പാർട്ടിയുടെ അകത്തളങ്ങളിൽ നിങ്ങളുടെ ഈ നീക്കം, അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കം, ജലീലിന്റെ പിന്തുണ, ഒരുപക്ഷെ PT റഹീം കൂടെ വന്നേക്കാമെന്ന അഭ്യൂഹം, നാളെ ഒരിക്കൽ അബ്ദുറഹ്മാൻ കൂടിയേക്കാമെന്ന അഭ്യൂഹം, കാരാട്ട് റസാഖ് ഇപ്പോൾ പിൻവലിഞ്ഞു നിൽക്കുന്നെങ്കിലും പിന്നീട് വന്നേക്കാം എന്ന അഭ്യൂഹം, ചുരുക്കത്തിൽ ഇതൊരു മാപ്പിള കലാപമായാണ് ചിത്രീകരിക്കുന്നതിനുള്ള മറുപടി? നിങ്ങൾ ചിത്രീകരിക്കുന്നത് ചിത്രീകരിക്കട്ടെ. ഇത് മനുഷ്യ കലാപമാണോ മാപ്പിള കലാപമാണോ എന്നുള്ള പബ്ലിക്കിനെ അറിയാം. ആരെങ്കിലും നാലാൾ ഇരുന്ന് ഇങ്ങനെ കുഴലും വെച്ച് പറഞ്ഞുകൊണ്ട് ഇത് മാപ്പിള കലാപം, ഒരു കുറേ മുസ്ലിം നാമധാരികളായ MLA ചുറ്റുപാടിലുണ്ട്. ആ പേരൊക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് ആ നീക്കമാണോ ഈ നീക്കമാണോ എന്ന് എന്താ പറയാ, വേണമെന്നത് പടച്ചു വിടരുത് ദയവായിട്ട്. നല്ല മറുപടിയുമാണത്. ഇത് മാപ്പിള കലാപമാണോ മനുഷ്യ കലാപമാണോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് അൻവർ. ശ്രീ അൻവർ, ഇവിടെ താങ്കളുടെ മേൽ ഇത്രകാലം ഉണ്ടായിരുന്ന ആരോപണങ്ങൾ താങ്കൾ തടയണ നിർമ്മിക്കുന്നു, താങ്കൾ കയ്യേറ്റക്കാരനാണ്, താങ്കൾ കച്ചവടക്കാരനാണ് എന്നതാണ് ആരോപണങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വഴിവിട്ട കച്ചവടം എന്ന് പറയുന്നത് കയ്യേറ്റമൊക്കെ ആയിരുന്നു. ശ്രീ അൻവർ, മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അടിവരയിടുന്നത് താങ്കൾ സ്വർണ്ണക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്നും സ്വർണ്ണക്കടത്തുകാരനും ആളാണെന്നാണ്. ആ വഴിയിൽ അൻവർ താങ്കൾക്കെതിരെ വരാൻ പോകുന്ന കേസുകളും വ്യവഹാരങ്ങളും ജയിൽവാസത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ബോധ്യം അങ്ങേക്കുണ്ടോ അൻവർ? അല്ലാതൊക്കെ നല്ല ബോധ്യമുണ്ട്. അത് വരട്ടെ. ഞാൻ കോടതിയെ സമീപിക്കും. ഞാൻ പറഞ്ഞില്ലേ, കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലുണ്ടല്ലോ, ആ ജഡ്ജിമാരിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ശരി, ഈ പറയുന്ന കാര്യങ്ങളും ഈ വാർത്തകളൊക്കെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ശ്രദ്ധയിലുണ്ടാവല്ലോ. അവരും ഒന്ന് അവരൊക്കെ അല്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ വേണോ. ശരി, പക്ഷേ ഒരു കാര്യം കൂടി കേസിന്റെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം കൂടി, ശ്രീ അൻവർ, ഇപ്പോൾ P ജയരാജനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പാർട്ടിക്കകത്ത് തന്നെ ഉള്ള പാർട്ടി കേന്ദ്രങ്ങളുടെ സംശയങ്ങളാണത്. അതിലൊരു ഭാഗത്തിന് താങ്കൾ മറുപടി നൽകുകയുണ്ടായി. അപ്പോഴും ആ ചോദ്യം പൂർണ്ണമായി താങ്കൾക്ക് ഉത്തരം പറയാൻ കഴിയുമായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. ഒന്ന്, എന്തായാലും ഈ സാധുവിന് സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ശശിയെ ഉന്നം വെച്ച് താങ്കൾ നീങ്ങുന്നതിൽ പരോക്ഷമായ ഗുണഭോക്താവ് ഈ സാധുവായ P ജയരാജനായിരിക്കും. അങ്ങനെ ഒരു അത്തരം ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയാൻ കഴിയുമോ? രണ്ടാമതായി, കോഴിക്കോട് കേന്ദ്രീകരിച്ച് റിയാസിനെതിരെ നടക്കുന്ന നീക്കങ്ങളിലും താങ്കൾ ഭാഗഭാക്കായിരിക്കുന്നു. P മോഹനന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ താങ്കളുടെ ഈ ഫേസ്ബുക്ക് അടക്കം സോഷ്യൽ മീഡിയ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതിലേക്കും പാർട്ടി പരിശോധന എന്ന നിലയിൽ കണ്ണോടിക്കുകയാണ്. ഈ രണ്ടിനുള്ള മറുപടി? എനിക്കതൊക്കെ നിങ്ങളുടെ എന്താ പറയുക, സൃഷ്ടിക്കപ്പെടുന്ന വാർത്തക്കപ്പുറം അതിനൊന്നും, ആ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതൊന്നും ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. P ജയരാജൻ ഇപ്പോൾ പറയുകയാണ് വായുവിൽ നിന്ന് ചില കാര്യങ്ങൾ അതായത് പറയുകയാണ്, ഏത് സംസ്ഥാന സമിതി അംഗവുമായാണ് ഗൾഫിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് അൻവർ വ്യക്തമാക്കട്ടെ. ഞാൻ ഗൾഫിൽ വെച്ച് അൻവറിനെ കണ്ടിട്ടില്ലെന്ന് P ജയരാജൻ പറയുകയാണ്. താങ്കൾ വ്യക്തമാക്കാൻ കഴിയുമോ ഏത് സംസ്ഥാന സമിതി അംഗവുമായിട്ടാണ് ഗൾഫിലെ കൂടിക്കാഴ്ച എന്ന്? ആരാണ് സംസ്ഥാന സമിതിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? ഇല്ല. ഗൾഫിൽ വെച്ചിട്ട് അല്ല, ഇപ്പൊ P ജയരാജൻ പറയുകയാണ്. ഇപ്പൊ P ജയരാജൻ പറയാണ്. P ജയരാജൻ പറയുന്ന പ്രതികരണം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, വായുവിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുക ചില സംഗതികളുണ്ടല്ലോ. സായിബാബയൊക്കെ ഭസ്മം എടുക്കുമായിരുന്നു വായുവിൽ നിന്ന്.